എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് രാവിലെ 5:30 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. 5 മണിക്ക് അലാറം വച്ചിരുന്നതാണ്, പക്ഷേ എഴുന്നേറ്റില്ല. 5:30 ആയപ്പോൾ എഴുന്നേറ്റ് ഇന്ന് കാപ്പിക്ക് ഇഡ്ഡലി സാമ്പാറും വെള്ള ചമ്മന്തി ആക്കാനാണ് പ്ലാൻ. അതുപോലെ ഇഡ്ഡലി സാമ്പാറൊക്കെ വച്ചു. അത് കഴിഞ്ഞ് ചോറിനുള്ള വെള്ളവും വച്ചു. അത് കഴിഞ്ഞ് ഒരു കുഞ്ഞത്തമൊക്കെ ഇട്ടു. AV ഫാമിലി എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചേട്ടൻ അമ്പലത്തിലൊക്കെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് കാപ്പി കുടിക്കാൻ വേണ്ടി ഇരുന്നു. ഇഡ്ഡലി സാമ്പാറും കഴിച്ചു. അത് കഴിഞ്ഞ് ഞാനും പിള്ളേരും കൂടെ അമ്പലത്തിലോട്ട് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ അമ്പലത്തിലിട്ടിരുന്ന അത്തമാണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ വരില്ല. വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഓണം ആയതുകൊണ്ട്. ഇത് മഹാവിഷ്ണു ക്ഷേത്രമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ അഹമൊക്കെ എടുക്കുന്നത്. കാരണം ഇവിടെ ഈ അത്തം ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് എടുത്തത്. അപ്പോൾ തൊഴുതിറങ്ങി അവിടെ നിന്ന് പാൽപ്പായസമൊക്കെ കിട്ടി. അതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്നു. അപ്പോഴത്തേക്കും നല്ല കാറ്റുണ്ടായിരുന്നു. അത്തമൊക്കെ ശകലം മാറിയും തിരിഞ്ഞൊക്കെ ഇരുന്നു. പിന്നെ ഞാൻ പൂവൊക്കെ എടുത്ത് നേരെ വച്ചു കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അച്ചു 2-3 ഫോട്ടോ എടുത്ത് അമ്മാന്നും പറഞ്ഞ് വന്നു. അപ്പോൾ അവൾക്ക് 2-3 ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തു. പറയുന്ന എല്ലാ രീതിയിലും നിൽക്കും. പിന്നെ ഞാനും കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ചേച്ചിയുടെ മോള് വന്നു, പാറു. അവളെ എല്ലാവർക്കും അറിയായിരിക്കും, ഡാൻസൊക്കെ കളിക്കുന്നത് അവളാണ്. അപ്പോൾ ഓണക്കളി കളിക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. അപ്പോൾ ചേട്ടന് സഹായിച്ചു കൊടുത്തു. അങ്ങനെ ഓണക്കളികളൊക്കെ തുടങ്ങി. നമ്മളെ കൊച്ചിലേക്ക് ഓണക്കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും കാണാറില്ല. കുട്ടികൾ തന്നെ വെളിയിലോട്ടൊന്നും അങ്ങനെ പോവാറില്ല. അപ്പോൾ അവർ ചെറിയ രീതിയിൽ ഇവിടെ ഇപ്പോൾ മുറ്റമൊക്കെ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ തന്നെ കളിക്കാൻ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ അവർ കളിക്കാൻ തുടങ്ങി. പുന്നയ്ക്ക പറക്കലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പുന്നയ്ക്കയൊന്നുമില്ല, 2-3 കല്ലെടുത്ത് വെച്ചാണ് കളിക്കുന്നത്. അത് കഴിഞ്ഞ് ബിസ്ക്കറ്റ് റൊട്ടി കടി മത്സരത്തിന് വേണ്ടി ചേട്ടൻ 2-3 ബിസ്ക്കറ്റൊക്കെ ഒരു നൂലിൽ കെട്ടിയിട്ട് അത് തട്ടി കൊടുക്കും. അപ്പോൾ അവർ വായി വെച്ച് പിടിക്കുന്നതാണ്. അത് അവരെ കൊണ്ട് പറ്റൂല. ചെറുതാക്കെന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് പറ്റൂല. മൂന്ന് പേരും അതെടുത്തില്ല. അങ്ങനെ കുറേ സമയം അതിന് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടൊക്കെ നിന്നു. 3 പേരെ കൊണ്ടും പറ്റിയില്ല. ഞാൻ ഒരുപാട് ചിരിച്ചു. കാരണം അച്ചു 2-3 പ്രാവശ്യം വീണു. ചാടാനൊന്നും പറ്റൂല. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയൊന്നും ചാടി ശീലിക്കില്ലല്ലോ. ഏത് സമയം കൊച്ചി TVയും കണ്ട് ഫോണും കണ്ട് അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കളികളൊന്നും അവരങ്ങനെ കളിക്കുകയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതിട്ടപ്പോൾ ആദ്യം നന്ദൂട്ടന് ഭയങ്കര ആകാംക്ഷയായിരുന്നു. എന്തോന്നാണ് അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ആദ്യം ഒരു ടേൺ ചേട്ടൻ കാണിച്ചു കൊടുത്തിട്ടാണ് ഇത് കളിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ 3 പേരെ കൊണ്ടും പറ്റൂല. അങ്ങനെ കുറേ സമയമൊക്കെ അതിന് വേസ്റ്റായി. ഇതിൻ്റെ ഇടയിൽ കൂടെ 2-3 സ്റ്റെപ്പ് വഴക്കും അടിയൊക്കെ കഴിഞ്ഞു. അച്ചു 1-2 പ്രാവശ്യം കരയുകയും ചെയ്തു. അവളെ കൊണ്ട് പറ്റൂല. പിന്നെ ഓടിത്തൊട്ട് കളിച്ചു. പിന്നെ പന്ത് കളിക്കണമെന്ന് പറഞ്ഞ് അത് കളിച്ചു. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ തന്നെയാണ് വീണ്ടും ഈ കളി തന്നെ കളിക്കാൻ വേണ്ടി വീണ്ടും വരും. ഇതെങ്ങനെയെങ്കിലും ചാടി പിടിച്ചേ പറ്റുള്ളൂ എന്ന് നന്ദൂട്ടന് ഭയങ്കര വാശിയായിരുന്നു. പക്ഷെ അവനെ കൊണ്ട് പറ്റൂല. അവനെ അത് ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവനെ കൊണ്ട് ഒട്ടും നടന്നിട്ടില്ല. ചേട്ടനും പിന്നെ താത്തൊക്കെ ഇട്ട് കൊടുത്തു. എന്തിനൊക്കെ അവനെ ഇത് എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് ഞാൻ സദ്യയൊക്കെ ഒരുക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം അകത്ത് കയറിപ്പോയി. സദ്യയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. മക്കളും ചോറൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. ഇവിടെ രാവിലെ മുതൽ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം.